1978 സെപ്റ്റംബർ 29 കാലിഫോർണിയ USA. മേരി വിൻസെന്റ് എന്ന 15 വയസ്സുകാരി കാലിഫോർണിയയിലെ മോഡസ്റ്റോ എന്ന സിറ്റിയിലുള്ള ഒരു ഹൈവേയുടെ സൈഡിൽ നിൽക്കുന്നു. മേരി ഇവിടെ നിൽക്കുവാനുള്ള കാരണം മേരിയുടെ പേരൻസ് ഡിവോഴ്സ് ആയതിനെ തുടർന്ന് നവാഡയിലുള്ള പേരൻസിന്റെ വീട്ടിൽ നിന്നും ഒളിച്ചോടി ഹിച്ച് ഹൈക്കിംഗ് അഥവാ സ്ട്രേഞ്ചേഴ്സിനോട് ലിഫ്റ്റ് ചോദിച്ച് ലോസ് ഏഞ്ചൽസിലുള്ള ഗ്രാൻഡ് പേരൻസിന്റെ വീട്ടിലെത്തി. കുറച്ച് ദിവസം ഗ്രാൻഡ് പേരൻസിന്റെ വീട്ടിൽ നിന്ന് ബോറടിച്ചപ്പോൾ വീണ്ടും തന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാമെന്ന് മേരിക്ക് തോന്നി. അങ്ങനെ ഗ്രാൻഡ് പേരൻസിന്റെ വീട്ടിൽ നിന്നും തന്റെ വീട്ടിലേക്ക് ഹിച്ച് ഹൈക്കിംഗ് ചെയ്യാൻ ഇറങ്ങിയ മേരിക്ക് ലോസ് ഏഞ്ചൽസിൽ നിന്നും മോഡസ്റ്റോ എന്ന സിറ്റിയിലേക്ക് ഒരാൾ ലിഫ്റ്റ് കൊടുത്തു. ഇനി മോഡസ്റ്റോയിൽ നിന്ന് ഓരോരുത്തരോട് ലിഫ്റ്റ് ചോദിച്ച് നവാഡയിൽ എത്തണം. അങ്ങനെ മോഡസ്റ്റോയിലെ ഹൈവേയുടെ സൈഡിൽ നിന്ന് കൈ കാണിച്ച് ആരെങ്കിലും തനിക്ക് ലിഫ്റ്റ് തരാനായി വെയിറ്റ് ചെയ്യുകയാണ് മേരി. ഇതേ സമയം അവിടെ മറ്റു 2 സ്ത്രീകളും ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരോട് പോയി സംസാരിച്ചപ്പോൾ അവരും നവാഡയിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലായപ്പോൾ അവർ 3 പേരും ഗ്രൂപ്പായിട്ട് വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. അല്പസമയത്തിന് ശേഷം ഇവർ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് കണ്ട് ഒരു പാസഞ്ചർ വാൻ ഇവർക്ക് ലിഫ്റ്റ് കൊടുക്കാനായി റോഡരികിൽ സ്റ്റോപ്പ് ചെയ്തു. അവർ നിന്നതിന് 20 അടി മുന്നോട്ട് മാറിയാണ് ആ വാൻ നിന്നത്. 50 വയസ്സ് തോന്നിക്കുന്ന ഒരാളാണ് ആ വാനിൽ. സോ ഇപ്പൊ മേരി എന്തുവാ ചെയ്തതെന്ന് വെച്ചാൽ, നിങ്ങളിവിടെ നില്ല്, ഞാൻ പോയി ചോദിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് ആ വാന്റെ അടുത്തേക്ക് ചെന്നു. അതിനുശേഷം ഞങ്ങളും സൗത്ത് സൈഡിലേക്കാണ് പോകുന്നത്, ഞങ്ങൾക്ക് ലിഫ്റ്റ് തരുമോ എന്ന് വാനിലുള്ള ആളോട് ചോദിച്ചു. അപ്പോൾ ആ വാനിലുള്ള ആൾ പറഞ്ഞു, നിനക്ക് മാത്രം ഞാൻ ലിഫ്റ്റ് തരാം, ബാക്കി 2 പേരെ വണ്ടിയിൽ കയറ്റാൻ പറ്റില്ല. ഇത് കേട്ട മേരി ചോദിച്ചു, സാർ വണ്ടിയിൽ ആവശ്യത്തിന് സ്ഥലമുണ്ടല്ലോ, ഞങ്ങൾക്ക് 3 പേർക്കും ലിഫ്റ്റ് തന്നൂടെ എന്ന്. അതൊന്നും പറ്റില്ല, നിനക്ക് വേണേ വന്നാൽ മതിയെന്ന് വണ്ടിക്കാരൻ മറുപടി പറഞ്ഞു. അങ്ങനെ വേറെ വഴിയില്ലാതെ മേരി സമ്മതം മൂളി. ഈ കാര്യം മേരി മറ്റു 2 സ്ത്രീകളോട് പറഞ്ഞപ്പോൾ, നിനക്ക് മാത്രം ലിഫ്റ്റ് തരുന്നതിൽ എന്തോ ദുരുദ്ദേശമുണ്ട്, വേണ്ട നീ പോകരുത് എന്നായിരുന്നു അവരുടെ മറുപടി. പക്ഷേ മേരി, ഇല്ല എനിക്കിപ്പോ വീട്ടിൽ പോണം, ഇത് മിസ്സായാൽ ഇനി ആര് എപ്പോ ലിഫ്റ്റ് തരുമെന്നറിയില്ല, സോ ഞാൻ ഈ വാനിൽ തന്നെ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവരോട് ബൈയും പറഞ്ഞ് മേരി വാനിൽ കയറി. അതിനുശേഷം ഉണ്ടായ സംഭവം അമേരിക്കയിൽ ഒരു പുതിയ നിയമം തന്നെ കൊണ്ടുവരാൻ കാരണമായി. ഹിച്ച് ഹൈക്കിംഗ് പോകാൻ തന്നെ മറ്റുള്ളവർ ഭയപ്പെടുന്ന വിധം മേരിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഈ വീഡിയോയിലൂടെ അറിയാം. വെൽക്കം ടു ദ ഹോണ്ടഡ് വെബ്. അങ്ങനെ മേരിയുമായി ആ വാൻ മുന്നോട്ട് നീങ്ങി. പെട്ടെന്ന് വാൻ ഓടിച്ചുകൊണ്ടിരുന്നയാൾ പിന്നിലുള്ള മേരിയെ നോക്കിക്കൊണ്ട്, എന്റെ പേര് ലോറൻസ് സിംഗിൾട്ടൺ, പ്രായം 50 എന്ന് പരിചയപ്പെടുത്തി. അങ്ങനെ മേരിയും കുറച്ചുനേരം അയാളോട് സംസാരിച്ചപ്പോൾ മേരി വളരെ മര്യാദയോട് സംസാരിച്ച ലോറൻസിനെ തന്റെ മുത്തച്ഛനെ പോലെ കണ്ടു. അതിനുശേഷം വളരെ ടയേർഡ് ആയിരുന്ന മേരി, ഞാൻ കുറച്ചുനേരം ഉറങ്ങിക്കോട്ടെ എന്ന് ലോറൻസിനോട് ചോദിച്ചു. അതിനെന്താ ഉറങ്ങിക്കോ എന്ന് ലോറൻസ് പറഞ്ഞപ്പോൾ മേരി മയക്കത്തിലാണ്ടു. അല്പസമയത്തിന് ശേഷം ഉറക്കമുണർന്ന മേരി പുറത്തേക്ക് നോക്കിയപ്പോഴാണ് വാൻ തെറ്റായ ഡയറക്ഷനിലാണ് പോകുന്നതെന്ന് മേരിക്ക് മനസ്സിലായത്. ഉടൻ തന്നെ മേരി, നമ്മളിപ്പോൾ തെറ്റായ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ലോറൻസിനോട് പറഞ്ഞു. അപ്പോൾ ലോറൻസ്, ഓ സോറി, ഞാൻ അറിഞ്ഞില്ല, എനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞുകൊണ്ട് വാൻ യൂട്ടേൺ എടുത്ത് വീണ്ടും കറക്റ്റായ ഡയറക്ഷനിൽ ഓടിച്ചു. സോ അപ്പോഴാണ് ഫസ്റ്റ് ടൈം മേരിക്ക് മനസ്സിൽ പേടി വന്നത്. ഇത്രയും ദൂരം അയാൾ റോങ് ഡയറക്ഷനിൽ വണ്ടി ഓടിച്ചത് ബോധപൂർവമാണോ എന്ന് മേരി ചിന്തിക്കാൻ തുടങ്ങി. ലോറൻസിന്റെ പെരുമാറ്റം വളരെ മര്യാദയോടുകൂടി ആയിരുന്നെങ്കിലും അയാളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് മേരി ഭയപ്പെട്ടു. പക്ഷെ ആ പേടി പുറത്തു കാണിക്കാതെ മേരി സീറ്റിന്റെ അറ്റത്ത് പുറത്തേക്ക് നോക്കിയിരുന്നു. അങ്ങനെ ആ കാറ് ഇരുവശവും വനത്താൽ ചുറ്റപ്പെട്ട ഒരു ഹൈവേയിലൂടെ പോകാൻ തുടങ്ങി. മാത്രമല്ല വളരെ വിജനമായ ഒരു റോഡായിരുന്നു അത്. വല്ലപ്പോഴും 1-2 കാറുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നാലായി. അങ്ങനെ കുറച്ചു ദൂരം പോയപ്പോൾ, എനിക്ക് യൂറിൻ പാസ് ചെയ്യണം, ഞാൻ വണ്ടി നിർത്തിയിട്ട് യൂറിൻ പാസ് ചെയ്തിട്ട് വരാമെന്ന് ലോറൻസ് മേരിയോട് പറയുന്നു. മേരി മനസ്സിൽ ഭയപ്പെട്ടെങ്കിലും അത് പുറത്തു കാണിക്കാതെ ഓക്കെ പറഞ്ഞു. അങ്ങനെ വാൻ റോഡ് സൈഡിൽ ഒതുക്കുന്ന സമയത്ത് മേരി തന്റെ കാലിലേക്ക് നോക്കിയപ്പോഴാണ് താൻ ധരിച്ചിരുന്ന ഒരു ഷൂവിന്റെ ലേസ് അഴിഞ്ഞു കിടക്കുന്നത് അവൾ കാണുന്നത്. ഒരുപക്ഷെ ഇയാളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടോടേണ്ടി വരുന്ന ഒരവസരം ഉണ്ടായേക്കാവുന്നതുകൊണ്ട് ഉറപ്പായും ഷൂലേസ് കെട്ടണമെന്ന് മേരി മനസ്സിലോർത്തു. പക്ഷേ വാനിൽ അയാളുള്ളപ്പോൾ ഇങ്ങനെ ചെയ്താൽ അയാൾക്ക് സംശയം തോന്നുമെന്ന് കരുതി അയാൾ വാനിൽ നിന്നിറങ്ങി യൂറിൻ പാസ് ചെയ്യാൻ പോകുമ്പോൾ ഷൂലേസ് കെട്ടാമെന്ന് കരുതി മേരി വെയിറ്റ് ചെയ്തു. പക്ഷേ റോഡ് സൈഡിൽ വണ്ടി ഒതുക്കാമെന്ന ലോറൻസ് അവിടെ സ്റ്റോപ്പ് ചെയ്യാതെ ഹൈവേയിൽ നിന്നും ആ കാടിനുള്ളിലേക്ക് പോകുന്ന ഒരു മൺ റോഡിലൂടെ വണ്ടി ഓടിക്കാൻ തുടങ്ങി. സോ താനിപ്പോ വലിയൊരു ആപത്തിലാണെന്ന് മേരിക്ക് ഉറപ്പായി. ഭയന്ന് വിറച്ച മേരിക്ക് ലോറൻസിനോടിപ്പോ എന്ത് പറയണമെന്ന് പോലും അറിയില്ല. ലോറൻസും മേരിയോടൊന്നും സംസാരിച്ചു
സംസാരിക്കാതെ തിരിഞ്ഞു പോലും നോക്കാതെ വണ്ടി ഓടിക്കുകയാണ്. വണ്ടി നിർത്തിയ ഉടൻ ഇറങ്ങി ഓടണോ അതോ അയാളോട് ഫൈറ്റ് ചെയ്യണോ എന്നിങ്ങനെ പലതരം ചിന്തകൾ മേരിയുടെ മനസ്സിലുണ്ട്. അങ്ങനെ 1 മിനിറ്റിന് ശേഷം ആ വാൻ ഹൈവേയിൽ നിന്നും ഉൾക്കാട്ടിലെത്തി. ഇപ്പോൾ ഹൈവേയിൽ കൂടെ പോകുന്ന ആർക്കും ഇവരെ കാണാൻ കഴിയില്ല. അങ്ങനെ കാടിനുള്ളിൽ വണ്ടി നിർത്തിയിട്ട് ലോറൻസ് ഇറങ്ങി പുറത്തേക്ക് പോയി. മേരിയും വാനിൽ നിന്നിറങ്ങി ഷൂലേസ് കെട്ടാൻ തുടങ്ങി. പെട്ടെന്നാണ് പിന്നിൽ നിന്നും മേരിയുടെ തലയിൽ എന്തോ ശക്തമായി അടിച്ചത്. അടികൊണ്ട മേരി ബോധം കെട്ട് വീണു. അടിച്ചത് മറ്റാരുമല്ല, ലോറൻസ് ആണ്. ലോറൻസ് തന്റെ സീറ്റിന്റെ ഇടയിൽ തന്നെ ഒരു ഹാമർ വെച്ചിട്ടുണ്ടായിരുന്നു. വാനിൽ നിന്നിറങ്ങി ബാത്റൂമിൽ പോകുവാണെന്ന് പറഞ്ഞിട്ട് വാനിന്റെ പിൻവശത്ത് വന്ന് ആ ഹാമർ കൊണ്ട് മേരിയുടെ തലയിൽ അടിക്കുകയായിരുന്നു. അല്പനേരം കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ തന്റെ കൈയും കാലും കെട്ടപ്പെട്ട് മേരി വാനിൽ തന്നെ കിടക്കുകയാണ്. വാനിന്റെ വിൻഡോയിലൂടെ നോക്കിയപ്പോഴാണ് ഇപ്പോഴും അവർ കാട്ടിൽ തന്നെയാണ്, അവിടുന്ന് പോയിട്ടില്ലെന്ന് മേരിക്ക് മനസ്സിലായത്. ഇതേ സമയം ലോറൻസ് വാനിന്റെ ബാക്ക് ഡോർ തുറന്ന് ഉള്ളിൽ വന്ന് 15 വയസ്സുള്ള മേരിയെ റേപ്പ് ചെയ്യാൻ തുടങ്ങി. ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടൂ, ഞാൻ ഈ കാര്യം ആരോടും പറയില്ലെന്ന് മേരി കെഞ്ചി പറഞ്ഞെങ്കിലും ലോറൻസ് ഒന്നും മിണ്ടാതെ മണിക്കൂറുകളോളം മേരിയെ റേപ്പ് ചെയ്തു. ഒരവസരത്തിൽ ടയേർഡായ ലോറൻസ് വാന്റെ ഫ്രണ്ട് സീറ്റിൽ വന്നിരുന്ന് ഉറങ്ങാൻ തുടങ്ങി. ഈ അവസരത്തിൽ മേരി അവിടുന്ന് രക്ഷപ്പെടാൻ പരമാവധി ശ്രമിച്ചെങ്കിലും കൈയും കാലും ടൈറ്റായി കെട്ടപ്പെട്ടതിനാൽ അതിന് കഴിഞ്ഞില്ല. അർദ്ധരാത്രിയിൽ ഉറക്കമുടർന്ന ലോറൻസ് വാനെടുത്ത് വീണ്ടും ഹൈവേയിൽ വന്ന് മറ്റൊരു മൺ റോഡിലൂടെ കയറി ഉൾക്കാട്ടിലെത്തി. അവിടെ വണ്ടി നിർത്തിയിട്ട് അയാൾ വീണ്ടും മേരിയെ റേപ്പ് ചെയ്യാൻ തുടങ്ങി. ഇത്തവണ മേരിയെ ക്രൂരമായി അടിച്ച് ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. മണിക്കൂറുകൾക്ക് ശേഷം നേരം വെളുത്തപ്പോൾ ലോറൻസ് മേരിയുടെ കൈകാലുകളുടെ കെട്ടഴിച്ച് വാന്റെ പിന്നിൽ നിർത്തി. രാത്രി മുഴുവൻ റേപ്പ് ചെയ്യപ്പെട്ടും മർദ്ദിക്കപ്പെട്ടും ായ മേരി ദയവ് ചെയ്ത് തന്നെ വെറുതെ വീണയെന്ന് ലോറൻസിനോട് കരഞ്ഞു പറഞ്ഞു. ഇതേ സമയം ലോറൻസ് മറച്ചു വെച്ചിരുന്ന ഒരു കോടാലി എടുത്ത് അയാളുടെ ഇടത് കൈ കൊണ്ട് മേരിയുടെ ഇടത് കൈയിൽ പിടിച്ചിട്ട് അയാളുടെ വലത് കൈയിലിരുന്ന കോടാലി കൊണ്ട് മേരിയുടെ ഇടത് കൈ ഒറ്റവെട്ടിന് അയാൾ മുറിച്ചെടുത്തു. കൈ മുട്ടിന് താഴോട്ട് മുറിക്കപ്പെട്ട മേരി ബാലൻസ് തെറ്റി തറയിൽ വീണു. ഉടൻ തന്നെ ലോറൻസ് വീണ്ടും മേരിയുടെ അടുത്തു വന്നിട്ട് അയാളുടെ ഇടത് കൈ കൊണ്ട് മേരിയുടെ വലത് കൈയിൽ പിടിച്ചു. ഇനി ലോറൻസ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയാമായിരുന്ന മേരി അലറിക്കരഞ്ഞുകൊണ്ട് അയാളെ ചവിട്ടിയും കൈ കുടഞ്ഞും അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലോറൻസിന്റെ പിടി സ്ട്രോങ് ആയിരുന്നു. അങ്ങനെ അയാൾ മേരിയുടെ വലത് കൈ വെട്ടാൻ തുടങ്ങി. ഇത്തവണ തുടർച്ചയായി 4 വെട്ട് വെട്ടിയപ്പോഴാണ് വലത് കൈ മുറിഞ്ഞു വീണത്. തന്റെ കയ്യിൽ നിന്നും രക്തം ചീറ്റി ഒഴുകുന്നത് കണ്ട് കിടന്ന മേരിയുടെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു. രക്തത്തിൽ കുളിച്ചു കിടന്ന മേരിക്ക് അനക്കമില്ല എന്ന് മനസ്സിലാക്കിയ ലോറൻസ് അവളുടെ തലമുടിയിൽ പിടിച്ച് വലിച്ചിഴച്ച് 100 അടി ദൂരെയുള്ള ഒരു ചെറിയ പാലത്തിലെത്തി. 30 അടി ഉയരമുള്ള പാലത്തിൽ നിന്നും മേരി എടുത്ത് താഴേക്കിട്ടിട്ട് മുകളിൽ നിന്ന് നോക്കിയാൽ കാണാത്ത രീതിയിൽ മേരിയുടെ ബോഡി പാലത്തിനടിയിൽ അയാൾ ഒളിപ്പിച്ചു വെച്ചു. അതിനുശേഷം എന്നെ വെറുതെ വിടാനെന്ന് പറഞ്ഞ് നീ കുറെ കെഞ്ചിയതല്ലേ, ഇപ്പൊ നിന്നെ വിട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോയി. സോ ഇപ്പോൾ സ്വാഭാവികമായും മേരി മരിച്ചിട്ടുണ്ടാകണം. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, മേരി മരിച്ചിട്ടില്ല. ലോറൻസ് മേരിയുടെ വലത് കൈ വെട്ടിയെടുത്തപ്പോൾ അസഹ്യമായ വേദനയിലും മേരിയുടെ മൈൻഡിൽ എന്താണ് വന്നതെന്ന് വെച്ചാൽ എന്നെ കൊല്ലാനാണ് ഇവന്റെ പ്ലാൻ. സോ ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ മരിച്ച പോലെ അഭിനയിച്ചേ പറ്റൂ എന്നായിരുന്നു. സോ തറയിൽ വീണ മേരി കണ്ണടച്ച് അനങ്ങാതെ കിടന്നു. അതിനുശേഷം പാലത്തിൽ നിന്നെടുത്ത് താഴെയിട്ടപ്പോൾ മേരിയുടെ വാരിയല് പൊട്ടിയിട്ട് പോലും ആ വേദന കടിച്ചു പിടിച്ച് മേരി അനങ്ങാതെ കിടന്നു. ഇവിടുന്ന് രക്ഷപ്പെട്ട് ഉറപ്പായും ഇവന് ശിക്ഷ വാങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ ഇനി എത്ര പേരെ അവൻ ഇങ്ങനെ ചെയ്യും എന്നായിരുന്നു 15 വയസ്സുള്ള മേരി അപ്പോൾ ഓർത്തത്. ലോറൻസ് അവിടുന്ന് പോയതിനു ശേഷവും മേരി അവിടെ അനങ്ങാതെ കിടന്നു. പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം വെട്ടപ്പെട്ട കൈകളുടെ മുട്ടുകുത്തി മേരി എഴുന്നേറ്റു. അങ്ങനെ റോഡിലെത്തിയ മേരിയുടെ അടുത്ത് ഒരു കാർ വന്നപ്പോൾ ഹെൽപ്പ് ചോദിച്ച് മേരി അലറിയെങ്കിലും ആ കാർ നിർത്തിയില്ല. പിന്നീട് 5 കിലോമീറ്ററോളം മേരി റോഡിലൂടെ ഓടിയപ്പോൾ കാറിൽ വന്ന കപ്പിൾസ് മേരിയെ കണ്ട് ഷോക്കാവുകയും മേരിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. ഹോസ്പിറ്റലിലെത്തിയ പോലീസിനോട് മേരി ലോറൻസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുത്തത് കൊണ്ട് ലോറൻസിന്റെ ഫേസ് കൃത്യമായി സ്കെച്ച് ചെയ്ത് പോലീസ് പുറത്തു വിട്ടു. ഇത് കണ്ട ലോറൻസിന്റെ നൈബർ ഇതെന്റെ അയൽക്കാരനാണെന്ന് പറഞ്ഞ് പോലീസിനെ അറിയിക്കുകയും കോടതി ലോറൻസിന് 14 വർഷം തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തു. വധശിക്ഷ നൽകണമെന്ന് ജഡ്ജി വിചാരിച്ചാൽ പോലും നിയമപ്രകാരം ലോറൻസിന് കൊടുക്കാൻ പറ്റാവുന്ന പരമാവധി ശിക്ഷ ഇപ്പോൾ നൽകിയതായിരുന്നു. മറ്റൊരു വിചിത്രമായ കാര്യം, കോടതിയിൽ വെച്ച് ലോറൻസ് മേരിയോട് ഞാൻ പുറത്തു വന്നാൽ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നതാണ്. അത് കഴിഞ്ഞ് 8 വർഷങ്ങൾക്ക് ശേഷം ഗുഡ് ബിഹേവിയർ കാരണം ലോറൻസ് പരോളിൽ ജയിലിന് പുറത്തിറങ്ങി. ഇതേ സമയം കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുടെ അമ്മയായ മേരി ലോറൻസ് തന്നെ കൊല്ലുമോ എന്നോർത്ത് ഭയപ്പെടാൻ തുടങ്ങി. പക്ഷേ അയാൾ മേരി ഒന്നും ചെയ്തില്ലെങ്കിലും 10 വർഷങ്ങൾക്ക് ശേഷം ലോറൻസ് മറ്റൊരു സ്ത്രീയെ കൊലപ്പെടുത്തി. ഈ കേസിന്റെ വിചാരണ നടക്കുമ്പോൾ മേരി കോടതിയിൽ ചെന്ന് തന്റെ കേസിൽ ലോറൻസിന് ചെറിയ ശിക്ഷ കൊടുത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചതെന്ന് വാദിച്ചു. അങ്ങനെ ഈ കേസിൽ ലോറൻസിന് വധശിക്ഷ വിധിച്ചെങ്കിലും അതിനു മുമ്പ് തന്നെ 2001
ജയിലിനുള്ളിൽ വെച്ച് ക്യാൻസർ കാരണം അയാൾ മരണപ്പെട്ടു. മാത്രമല്ല ലോറൻസ് പുറത്തിറങ്ങിയതിനാലാണ് മറ്റൊരു ജീവൻ കൂടി നഷ്ടമായത് എന്ന കാരണത്താൽ പുതിയൊരു നിയമവും പാസാക്കി. ആ റൂൾ പ്രകാരം ഒരു പെണ്ണ് ടോർച്ചർ ചെയ്യപ്പെട്ടാൽ ആ കുറ്റത്തിന്റെ തീവ്രതയ്ക്കനുസരിച്ച് പ്രതിക്ക് 25 വർഷം പ്ലസ് ലൈഫ് സെന്റൻസ് ശിക്ഷ വിധിക്കാം. സോ ഈ കേസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ ഗുഡ് ബൈ.